വെട്ടിക്ക് തയ്യാറായാൽ വാഗ്ദാനത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്ന് അതിന് തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മനോരച്ചൻ സർക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ജയൻ നാഗപൂർ സിനിമയിൽ പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും വെട്ടിക്ക് തയ്യാറയിലേക്ക് നിങ്ങളെല്ലാവരെയും ഭാഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ തയ്യാറയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലങ്കര സഭയിലെ ആദ്യത്തെ ദേറായാണ് ഈ വെട്ടിയ ദേറ. മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ദേറായാണ്. നമുക്ക് അറിയാം, പഴയ ഒരു പാരമ്പര്യത്തിൽ മലങ്കര സഭയിൽ സന്യാസ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധനായ പെരുമത്തിന്മേനി ആണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തക്കവണ്ണം അദ്ദേഹം വിദേശ സഭകളിൽ പോയി അതിനെക്കുറിച്ചൊക്കെ കൂടുതലായി പഠിച്ച് ആ ഒരു തരത്തിൽ ഇവിടെ സാധ്യമാകുന്ന രീതിയിൽ സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുകയും അതിൻ്റെ ആദ്യത്തെ ഒരു സ്ഥലമായിട്ട് വെട്ടിക്ക് തറ പിന്നീട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് പരിശുദ്ധനായ പെരുമത്തിന്മേനി ഇവിടെ താമസിച്ചു എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം മലങ്കര സഭയുടെ ആദ്യത്തെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളാണ് പെരുമത്തിന്മേനി. പെരുമത്തിന്മേനിയുടെ ആദ്യ കാലഘട്ടം എല്ലാം അത്രാപുരത്തെ ആകുന്നതിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം മുഴുവനും അദ്ദേഹം ചെലവഴിച്ചത് ഈ ദേറായുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ ഒരു ദേറ പട്ടക്കാരനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഇതുമായിട്ട് ഈ ദേവാലയവുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിന് ചെറിയ കാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം മെത്രാപ്പൊലീത്ത ശേഷം അഞ്ച് ബിഷപ്പ്മാർ ഒന്നിച്ചാണ് മെത്രാപ്പൊലീത്തമാരായത്. അവരെല്ലാവരും ഒരുമിച്ച് ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മുകളിലെ ചാപ്പലിലാണ് അവർ കുറച്ച് അനുഷ്ഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ സഭയിൽ നമ്മൾ നോക്കിയാലും മലങ്കരയിൽ വേറെ എങ്ങും ഇതുപോലൊരു ചാപ്പൽ കാണാനായിട്ട് പറ്റുകയില്ല. കാരണം താഴെയും മുകളിലും ഒരേപോലെ 2 ചാപ്പലുകളുള്ള ഒരു സംവിധാനം വേറെ എങ്ങും കാണുന്നില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കാട്ടുമങ്ങാട്ട് പാവമാർ അവരുടെയും ഒരു പ്രദേശമായിരുന്നു ഈ വെട്ടിക്കൽ ദേശം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി ഒരു ദേവാലയമുണ്ട്. അപ്പോൾ അവിടെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. കാട്ടുമങ്ങാട്ട് ബാവമാർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ കാട്ടുമങ്ങാട്ട് ഇളയ ബാവായി ഈ മദ്ബഹായിലാണ് അടക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫലകം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയും ഈ ദേറായ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിനായാലും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് വെട്ടിക്കൽ ദേറ. ഇപ്പം വേണ്ട വിധത്തിലുള്ള ഒരു ശ്രദ്ധ ഇപ്പം നിലവിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു തലപ്പുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സഭാ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധ ബാവലിൻ്റെയും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് വന്ന സമയത്തൊക്കെ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പെരുമത്തിന്മേനിയുടെയും അതുപോലെ ഈ ദേറായുടെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം പെരുമത്തിന്മേനി ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഈ ദേറായുടെ വലത്തെ സൈഡിലായിട്ട് ഒരു ചെറിയ മുറി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പല സാധനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ മുകളിലെ ചാപ്പലിലും നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതെ, അപ്പം അതും പഴയ ഒരു കുരിശാണ്. നമ്മുടെ പള്ളിയുടെ പുറകിലാണുള്ളത്. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പം കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും വളരുന്ന കുരിശെന്നാണ് നമ്മൾ പഴയ കാലം മുതൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചു കാലമല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ, അറിയാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും അത് പള്ളിയുടെ കിഴക്ക് വശത്ത് ഉണ്ട്. അതുപോലെ തന്നെ
ഈ ദേറായെ സംബന്ധിച്ചിടത്തോളം കണ്ടനാട് ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായി കുറച്ചു കാലം ഉണ്ടായിരുന്നു. കണ്ടനാട് ഭദ്രാസനത്തിന്റെ ജോസഫ് മാർ പങ്കോത്ത അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെയും ഒരു മെമ്മോറിയൽ ടോംബ് അവിടെ ഉണ്ട്. പരിശുദ്ധനായ പെരുമാറ്റത്തിൻ്റെ തിരുശേഷിപ്പാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കാട്ടുമാട്ട് ഇളയ ബാബായുടെയും ഒരു മെമ്മോറിയൽ ടോംബ് എന്ന് പറയാൻ പറ്റില്ല, ടോംബ് കൂടെ തന്നെ ഉണ്ട്. എന്നാലും അവിടെ നമുക്ക് എല്ലാവർക്കും അതുമായി കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി അവിടെ അങ്ങനെ ഒരു ടോംബ് കൂടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ചുരുക്കമായിട്ട് പറയാനായിട്ട് പറ്റുന്നത്.